നമസ്കാരം, വെൽക്കം ടു KS മെൻഡർ. സോ 2 കൊല്ലത്തിന് ശേഷം വീണ്ടും കേരള ഹൈക്കോടതി അസിസ്റ്റന്റ് പോസ്റ്റിലോട്ട് നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ആ ഒരു പോസ്റ്റിനെ കുറിച്ചും അതിലോട്ടുള്ള അപ്ലിക്കേഷന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. സോ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണാം അല്ലേ? കേരള ഹൈക്കോടതിയിൽ നിങ്ങൾക്ക് നേരിട്ട് എൻട്രി കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് എന്ത് ഈ കാണുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ളത്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒരു ക്ലറിക്കൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോബാണ്. നിങ്ങൾ കേരള PSCയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ജോലികൾക്കെല്ലാം നിങ്ങൾ പരീക്ഷ എഴുതിയവരായിരിക്കും, ഓൾറെഡി ഇല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരം പോസ്റ്റുകളുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്ന കേരള ഹൈക്കോടതിയിലെ ഒരു പോസ്റ്റാണ് എന്ത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ലൈക്ക് ഹൈക്കോടതി തന്നെയാണ് നേരിട്ട് പരീക്ഷ നടത്തുന്നത്, PSC അല്ല. ഹൈക്കോടതി നേരിട്ട് ഏജൻസിനെ വെച്ചാൽ പരീക്ഷ നടത്തുന്നത്. ആൻഡ് എറണാകുളത്തായിരിക്കും സ്വാഭാവികമായും നിങ്ങൾക്ക് എന്ത് കിട്ടുക, ജോലി കിട്ടുക. അവിടെ തന്നെ നിങ്ങൾക്ക് സെറ്റിൽ ആവാനുള്ള അവസരങ്ങളാണ്. ആൻഡ് അതിനെല്ലാം പുറമെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നേരിട്ട് ഹൈക്കോടതി ജോലി ചെയ്യുന്നതിനുള്ള ഒരുപാട് പെർക്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ കരിയർ എവിടം വരെ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങോട്ടൊക്കെ വേറെ ഏതൊക്കെ പോസ്റ്റിലോട്ട് സാധ്യതകൾ ഉണ്ടെന്നെല്ലാം നമുക്ക് പറയാം. എന്താ പറയുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെക്കേഷൻ്റെ കാര്യം അല്ലേ? നമ്മളെ ജോലിയിലോട്ട് എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരെയും ആദ്യത്തെ ചിന്തകളൊന്നും എനിക്കവിടെ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ, വർക്കും ലൈഫും ബാലൻസ് ചെയ്തു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇവൻ വർക്കിൻ്റെ കാര്യത്തിലായാലും ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. ആൻഡ് അതല്ല, പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സെക്ഷൻസ് അനുസരിച്ച് ഏത് ജുഡീഷ്യൽ സെക്ഷനിലാണോ ഏത് സെക്ഷനിലാണോ നിങ്ങൾ അസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരാം. ആൻഡ് അതല്ലാതെ ഇപ്പോൾ വെക്കേഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്രിസ്മസ്, ഓണം തുടങ്ങിയ സമയത്ത് 10 ദിവസം, അല്ലെങ്കിൽ വേനൽ അവധിക്ക് 1 മാസം, ഇങ്ങനെയൊക്കെയുള്ള വലിയ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിനെയും കൂടെ ഈ ജോലിയുടെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന സാധ്യതകളാണ് ഈ ജോലി തുറന്നിടുന്നത്. ആൻഡ് പ്രൊമോഷൻ്റെ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ അസിസ്റ്റൻ്റായി ജോലി കയറിയ ഒരാൾ പിന്നീട് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റും അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറും സെക്ഷൻ ഓഫീസർ പോലെയുള്ള ആ ഗസറ്റഡ് രീതിയിലോട്ട് എത്താവുന്ന ജോലിയിലോട്ടെല്ലാം നിങ്ങളെത്തും. പിന്നെയോ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രജിസ്ട്രാർ വരെ ആയി റിട്ടയർ ചെയ്യാൻ അല്ലെങ്കിൽ കരിയർ അവിടെ വരെ എത്തിക്കാനുള്ള സാധ്യത കിട്ടുന്നത്. ഇനി ഇതുമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ LLB പോലെയുള്ള ഡിഗ്രികൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവൻ മജിസ്ട്രേറ്റ് എക്സാമിലോട്ട് അല്ലെങ്കിൽ ആ രീതിയിലോട്ട് ഒരു ജുഡീഷ്യൽ പോസ്റ്റിലോട്ട് മാറാനുള്ള അവസരം കൂടെ എന്ത് കിട്ടും, ഇതേ ജോലിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു നിങ്ങൾ ഡിഗ്രി യോഗ്യതയുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടും ഒരു ഡ്രീം ജോലിയാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ കളയാതിരിക്കണം. കാരണം കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം എടുത്താലും ഒരുപാട് പേരൊന്നും അപ്ലൈ ചെയ്ത് എഴുതിയിട്ടില്ല. അപ്പോൾ കുറച്ചധികം പേരിലോട്ട് മാത്രം എത്തി ബാക്കിയുള്ളവർ അറിയാതെ പോയ ഒരു എക്സാം ആയിരുന്നു ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. അപ്പോൾ ഇത്തവണയെങ്കിലും നിങ്ങൾക്ക് അബദ്ധം പറ്റരുത്. അപ്പോൾ അത് അറിയണമെങ്കിൽ എന്തൊക്കെയാണ് ഈ ജോലിയുടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പോൾ 2021 ഈ എക്സാം നടത്തിയ സമയത്ത് വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഹൈക്കോടതി തന്നെ നേരിട്ട് ഏജൻസി വെച്ച് നടത്തുന്ന പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1/21 ആയിരുന്നു റിക്രൂട്ട്മെന്റ് നമ്പർ. അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലോട്ട് സ്കെയിൽ 39,300 മുതൽ 83,000 വരെ ആയിരുന്നു സ്കെയിൽ. അപ്പോൾ എങ്ങനെയും നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ 40+ സാലറി നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടും. മനസ്സിലായില്ല? അപ്പോൾ സാലറി നോക്കുവാണെങ്കിൽ ആൻഡ് യോഗ്യത അടുത്ത നിങ്ങൾ അറിയേണ്ട എന്തായിരിക്കും, ഈ എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. സോ ഫസ്റ്റ് തിങ്, ഏജ് ലിമിറ്റ്. സോ 2024 നോട്ടിഫിക്കേഷൻ പ്രകാരം 2/1/1985 മുതൽ 1/1/2003 ഇടയിൽ ജനിച്ചവർക്കായിരുന്നു എന്ത് യോഗ്യത എന്നുള്ളത്. അപ്പോൾ 35-36 വയസ്സ് യോഗ്യത ഉള്ളവർക്ക് പരീക്ഷ എഴുതാം. ആൻഡ് 5 ഇയർ റിലാക്സേഷൻ SC/STക്കും അതേപോലെ എല്ലാ പരീക്ഷകളും പോലെ OBCക്കും 3 ഇയർ റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഡിഗ്രി ആയിരുന്നു. മിനിമം 50% മാർക്കോട് കൂടി ഡിഗ്രി പാസ്സായ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ചെയ്താം. അപ്പോൾ അവർ തന്നെ നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്തിരുന്നു. റൗണ്ട് ചെയ്തിട്ട് 50% ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ആൻഡ് SC/STക്കൊന്നും ഈ സ്റ്റിപ്പുലേഷൻ എന്താ പറയുക അപ്ലിക്കബിൾ അല്ല. ദെൻ അടുത്തത് നിങ്ങൾ അറിയേണ്ട കാര്യം മോഡ് ഓഫ് സെലക്ഷൻ അല്ലെങ്കിൽ പരീക്ഷ എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഘട്ടങ്ങളാണുള്ളത് എന്നുള്ളതായിരിക്കും അല്ലേ? സ്വാഭാവികമായും 3 ഘട്ടം ഉണ്ടെന്ന് അറിയാം. ആൻഡ് 3 ഘട്ടം എന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല കേട്ടോ. ആദ്യത്തെ 2 ഘട്ടവും ഒരുമിച്ച് തന്നെയാണ് നടന്നിരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റുമാണ് ആദ്യം നടക്കുക. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 100 മാർക്കിനും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 60 മാർക്കിനും ഉണ്ടായിരുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി ഇതിൻ്റെ OMR കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ തരും. അവിടെ നിങ്ങൾ അതിലുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അതെല്ലാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഇൻ്റർവ്യൂ ഉണ്ടാവും. ആൻഡ് ഇൻ്റർവ്യൂ ഇങ്ങനെ സത്യം പറഞ്ഞാൽ 2 ഘട്ടത്തിൽ നടക്കുന്നു. ആൻഡ് അത് കഴിഞ്ഞ് മീഡിയമോ ടെസ്റ്റ്, ഓഫ് കോഴ്സ് ഡിഗ്രി തല എക്സാം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ആയിരിക്കും എന്ന് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻ ഒരു ഡിഗ്രി തല ഉദ്യോഗാർത്ഥിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ, നിങ്ങൾ ഡിഗ്രി തല പരീക്ഷകൾ എഴുതുന്ന ആളാണ്. പക്ഷേ എങ്കിലും സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ PSC എക്സാം എഴുതുന്ന രീതിയിലല്ല ഇത്. മനസ്സിലായി? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ സിലബസ് കാണിച്ചു തരാം. ആൻഡ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 100 മാർക്കിനാന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. PSC എല്ലാം നടത്തുന്ന പോലെ 75 മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ടായിരുന്നത്. ആൻഡ് 3 സെക്ഷൻസ് ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് ജനറൽ ഇംഗ്ലീഷ്,
50 മാർക്ക് ഇംഗ്ലീഷിന് എടുക്കും. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് കൂടെ കാണുമ്പോഴാണ് മനസ്സിലാവുക എത്രമാത്രം ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇംഗ്ലീഷ് ഒരു ഗോൾഡൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ എക്സാമിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു നല്ല നോളേജ് ഉണ്ട്, എന്നാൽ ജനറൽ നോളേജിൽ വലിയ അറിവില്ലാതെ പരീക്ഷകൾ മിസ്സായി പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കുള്ള സുവർണാവസരമായിരിക്കും ഇത്. ഇനി അല്ലാത്തവർക്കും PSC പരീക്ഷകൾക്ക് ഇംഗ്ലീഷ് പഠിച്ചു, പക്ഷേ എനിക്ക് ആകെ അവിടെ കിട്ടുന്നത് 20 മാർക്കാണ്, അല്ലെങ്കിൽ മെയിൻസിൽ 10 മാർക്കാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പ്രിലിംസിൽ തന്നെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ തന്നെ 50 മാർക്കാണ്. പിന്നെയോ ജനറൽ നോളേജ് 40 മാർക്കിനാണ്. പക്ഷേ നമ്മൾ പൊതുവെ ഡിഗ്രി തല പരീക്ഷകൾ കാണുന്ന ഒരു ടൈപ്പ് അല്ല, വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് കൂടുതലും ഫാക്റ്റുകളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലായില്ലേ? കൂടുതൽ ഫാക്റ്റുകളും, എന്നാൽ അതല്ലാതെ കൺസെപ്റ്റ് ബേസ്ഡ് ആയ ചില ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. സോ സിലബസിൽ പറഞ്ഞ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഫാക്ട് അബൌട്ട് ഇന്ത്യ, കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ്, IT ആൻഡ് കറണ്ട് അഫെയർ. സോ കറണ്ട് അഫെയറിന് കൂടുതൽ ചോദ്യം വന്നിരുന്നു. ആൻഡ് കറണ്ട് അഫെയർ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് വന്നിരുന്നത്. മാത്രമല്ല ഈ പറയുന്ന ടോപ്പിക്കുകൾ എന്നുള്ള ഏതിന് വെയിറ്റേജ് ഒന്നുമില്ല, മാറി മറിഞ്ഞു വരാം. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൂടുതൽ ചോദ്യം ചോദിച്ച ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷകൾ ഉണ്ടായിരുന്നു, IT-യിൽ നിന്ന് കൂടുതൽ ചോദ്യം ചോദിച്ച പരീക്ഷകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അത് മാറി മാറി വരും. മനസ്സിലായില്ലേ? ആൻഡ് വേറൊന്ന് ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് 10 മാർക്ക് ഉണ്ടായിരുന്നു. ഇനി ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, 40% മാർക്കെങ്കിലും ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ഉണ്ടെങ്കിലേ നിങ്ങളെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നോക്കുക തന്നെ ഉള്ളൂ. എന്നിട്ട് ഈ മാർക്ക് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഇതിൻ്റെ കൂടെ ഡിസ്ക്രിപ്റ്റീവിടെ മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്റർവ്യൂവിലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ആൻഡ് അടുത്ത സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഡൗട്ട് ആയിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ എന്തൊക്കെയാണുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്ന പോലെ എഴുത്ത് പരീക്ഷയാണ്, 60 മാർക്ക് 60 മിനിറ്റ്. സോ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ 60 മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ചലഞ്ച്. എന്തൊക്കെ കാര്യങ്ങളാണ്? പ്രിസേ അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ, ഷോർട്ട് എസ്സേ, ഈ 3 എണ്ണേ നിങ്ങൾക്കുള്ളൂ. ആൻഡ് ഈ 3 എണ്ണത്തിൽ നിന്നുള്ള ചോദ്യം നിങ്ങൾ എത്ര സമയം കൊണ്ട് എഴുതി തീർക്കണം? 60 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണം. ആൻഡ് ഇവിടെ അറിഞ്ഞിരിക്കുക കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നില്ല. ഇതിനൊരു മിനിമം കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് പോകാണ്ടായിരുന്നില്ല. പകരം എന്താ, ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് 40% ഉണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് വിടത്തുള്ളൂ. ഇനിയോ അവസാനം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് എടുക്കുമ്പോൾ പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഇന്റർവ്യൂവിലെ മാർക്ക് കൂടെ എടുത്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇട്ടിരുന്നത്. ആൻഡ് അടുത്ത സ്റ്റേജ് ഓഫ് കോഴ്സ് എന്താണ്? ഇന്റർവ്യൂ. ആൻഡ് ഇന്റർവ്യൂ എന്നുള്ള സ്റ്റേജ്, ഇന്റർവ്യൂ എന്നുള്ള സ്റ്റേജ് 10 മാർക്കിനാണ്. ആൻഡ് റിമെമ്പർ, ഇവിടെ കട്ട് ഓഫ് ഉണ്ട്. 35% മാർക്കെങ്കിലും ഇന്റർവ്യൂവിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ആൾക്കാരുടെ ചില മാർക്കുകൾ നിങ്ങൾ കണ്ടു, 3.5 മാർക്ക്. സോ മിനിമം 35% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഒരാളെ നിങ്ങൾ അവിടെ എത്ര മാർക്ക് മേടിച്ചാലും ഇതിലൊരു 3.5 മാർക്കിനെങ്കിലും മേലെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്തിന് കണക്കാക്കൂ, ഫൈനൽ ലിസ്റ്റിലോട്ട് കണക്കാക്കൂ. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം, കട്ട് ഓഫ് എവിടം വരെ വരാം. PSC-യിൽ കാണുന്ന പോലെ 55 ക്രോസ് ചെയ്യോ 60 ക്രോസ് ചെയ്യോ എന്നൊക്കെയാണ്. അതിൽ ഡിസ്ക്രിപ്റ്റീവ് എങ്ങനെ ബാധിക്കും? സോ കഴിഞ്ഞ എക്സാമിന് 2021 എക്സാമിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിലെ കട്ട് ഓഫ് 53 ആയിരുന്നു. 53 മാർക്കായിരുന്നു കട്ട് ഓഫ്. അതിന് മുകളിലുള്ള ആൾക്കാരായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, ഇന്റർവ്യൂവിന് പോയത്. അതിന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കുറവ് മാർക്ക് 63 മാർക്കാണ്. സോ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, 60 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, പിന്നെയോ 10 മാർക്കിന്റെ ഇന്റർവ്യൂ. ഇതെല്ലാം കഴിഞ്ഞ് 63 മാർക്ക് മേടിച്ചാൽ മതിയായിരുന്നു എന്ത്, റാങ്ക് ലിസ്റ്റിൽ വരാൻ. ആൻഡ് ഏറ്റവും ടോപ്പ് കിട്ടിയ ആൾക്ക് കിട്ടിയത് 113 മാർക്കായിരുന്നു. റൗണ്ട് ഓഫ് ആയിട്ട് 113 മാർക്കായിരുന്നു. അപ്പോൾ ഒരു കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇതെന്ന് ഏകദേശം മനസ്സിലായി കാണും. നിങ്ങൾ ആകെ ചെയ്യേണ്ട എഫേർട്ട് എന്താ, ഇംഗ്ലീഷിൽ കുറച്ചധികം എഫേർട്ട് ഇടുന്നുണ്ടാവും. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണം. ഇന്റർവ്യൂ ഗൈഡൻസ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, ആദ്യത്തെ ഘട്ടത്തിലോട്ടുള്ള പ്രിപ്പറേഷൻ. ആദ്യത്തെ ഘട്ടത്തിൽ എന്തൊക്കെയുണ്ട്? ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 40 മാർക്കിന്റെ GK, മറ്റവിടുത്തെ പോലെ വ്യക്തമായ സിലബസ് വന്നിട്ടൊന്നല്ല, പകരം ഒരു ഫാക്ട് അബൌട്ട് എന്ന് പറഞ്ഞ് കുറച്ച് ടോപ്പിക്കുകൾ വന്നു. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം ഉള്ളൊരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ്ങും, അപ്പോൾ ബാക്കി പരീക്ഷകൾക്ക് വന്ന പാറ്റേൺ പഠിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയും നിങ്ങൾ ഉടനെ തുടങ്ങണം. ആൻഡ് സെയിം ഫോർ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഓൾസോ. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ ഈ 3 കാര്യങ്ങൾ, കോംപ്രഹെൻഷൻ ആയിക്കോട്ടെ, ഷോർട്ട് എസ്സേ ആയിക്കോട്ടെ, പ്രിസേ ആയിക്കോട്ടെ, ആ ഒരു രീതിയിലോട്ടുള്ള ഒരു പഠനമാണ് നിങ്ങൾ ഇവിടെ മുതൽ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിലോട്ട് നിങ്ങളെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ രീതിയിലോട്ട് ഒരു ഒറ്റ പാക്കേജ് ആയിട്ട് സബ്ജക്റ്റീവ് ടെസ്റ്റ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും എല്ലാം കൊണ്ട് നിങ്ങളെ ഇന്റർവ്യൂ സ്റ്റേജും തുടർന്ന് റാങ്ക് ലിസ്റ്റിലോട്ട് എത്തിക്കാൻ വേണ്ടി KS മെന്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും. അപ്പൊ കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൽ 135 റാങ്ക് ഹോൾഡേഴ്സ്, ഇതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് KS മെന്ററിനെ ചൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. ഇല്ലെങ്കിൽ നിങ്ങൾ ഉടനെ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്തിട്ട് KS മെന്ററായിട്ട് ബന്ധപ്പെടണം. അതിന് വേറൊരു കാര്യം കൂടെ പറയാം. ഈ പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഈ ടെസ്റ്റ് നിങ്ങൾ പൊതുവെ PSC എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് എഴുതിയിട്ടില്ല,
അപ്പോൾ ഈ ഒരു പാറ്റേണിനെ കുറിച്ച് നിങ്ങൾ അറിയണം, അല്ലെങ്കിൽ എന്താണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമുകളിൽ പൊതുവേ ഉള്ള ഒരു പാറ്റേൺ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയുന്ന ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങളെ ഉടനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് കേസ് മെൻഡർ നിങ്ങളെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് ഇവിടെ വന്നിട്ട് കാണാം. ഗുഡ് ബൈ.